ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ സിയിൽ ഒരു പ്രോഗ്രാം എഴുതാണ്. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോഗ്രാം. നിങ്ങൾക്ക് ഫങ്ഷൻസ് ഒന്നും ഇല്ല, നമുക്കൊന്നും അറിയില്ല ഫങ്ഷൻസിനെ കുറിച്ചിട്ട്. അങ്ങനെ ആകുമ്പോൾ വി ആർ റൈറ്റിംഗ് കോഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. നമ്മുടെ ലോജിക്കിനൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് നമ്മുടെ പ്രോഗ്രാമിൽ. നമ്മളതങ്ങനെ റൈറ്റ് ചെയ്ത് വരികയാണ്. അപ്പോഴാണ് നമ്മൾ നോട്ടീസ് ചെയ്തത് പീസ് ഓഫ് കുറച്ച് കോഡ്സ് നമ്മുടെ പ്രോഗ്രാമിൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. നമുക്ക് ആ സെയിം കോഡ് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് വളരെ ലെങ്തി ആയിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് ഈ കോഡ് ഒരു പ്രാവശ്യം എഴുതിയിരുന്നെങ്കിൽ നമുക്ക് വളരെ ചെറുതാക്കായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന ഒരു കൺസെപ്റ്റാണ് ഫങ്ഷൻ. അപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഫങ്ഷൻ വെച്ചിട്ട് നമുക്ക് ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഈ കോഡിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എവിടെയെങ്കിലും മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. ദെൻ നമ്മുടെ പ്രോഗ്രാം അപ്പം എന്ത് ചെയ്യും? സ്മോൾ ആവും അല്ലേ? നമുക്ക് എപ്പോഴാണോ ആ കോഡ് ആവശ്യമായിട്ട് വരുന്നത് വി ക്യാൻ റെഫർ. ഓക്കെ, ദെൻ അഗെയിൻ നമുക്ക് ആ കോഡ് ആവശ്യമായിട്ട് വരുന്ന സമയത്ത് അഗെയിൻ നമുക്കതിനെ കോൾ ചെയ്യാം. നമുക്ക് അഗെയിൻ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻ്റെ ഒരു ലോജിക്ക്. ഇതാണ് നമുക്ക് ഒരു കോഡിനെ കുറച്ച് ബ്ലോക്ക് ഓഫ് കോഡിനെ നമുക്ക് അഗെയിൻ റീയൂസ് ചെയ്യാൻ കഴിയുക. നമുക്കതിനെ വീണ്ടും നമ്മുടെ പ്രോഗ്രാമിലേക്ക് യൂസ് ചെയ്യാൻ കഴിയുക. അപ്പം എങ്ങനെയാണ് നമുക്കിതുപോലുള്ള ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു ഫങ്ഷൻ, നമ്മുടെ സിയിൽ ഒരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് 3 സ്റ്റെപ്പുകളാണുള്ളത്. 3 സ്റ്റെപ്സ്. ആദ്യം നമ്മൾ ഫങ്ഷൻ ഡിക്ലറേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഫങ്ഷൻ ഡെഫിനിഷൻ, തേർഡ് സ്റ്റെപ്പാണ് ഫങ്ഷൻ കോൾ. ഇത്രയും 3 സ്റ്റെപ്പിൽ നമ്മളൊരു ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുമ്പോഴേക്കും ഇത്രയും 3 സ്റ്റെപ്പ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് ഫങ്ഷൻ ഡിക്ലറേഷനിൽ എന്താണ് വരുന്നത്? ഫങ്ഷൻ ഡിക്ലറേഷനിൽ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ, നമ്മളൊരു ഫങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. ഫങ്ഷൻ നെയിം ആൻഡ് data type 1, optional argument arg1, type 2, arg2, etc. എത്ര വേണോ? അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് നമ്മൾ ഫങ്ഷൻ ഡിക്ലറേഷനിൽ പറയുന്നത്. അതായത് നമ്മളൊരു ഫങ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ കമ്പൈലറോട് പറയുകയാണ്, നമ്മുടെ ഒരു ഫങ്ഷൻ ഇങ്ങനെ ഒരു ഫങ്ഷൻ എൻ്റെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫങ്ഷനിലേക്ക് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഇതിനെ പറയുന്നത് ആർഗ്യുമെൻറ്റ്സ്. ഇങ്ങനെ ഇത്രയും ആർഗ്യുമെൻറ്റ്സ് ഞാൻ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ടൈപ്പ് ഇതൊക്കെയാണ്. ഏതൊക്കെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് ഞാൻ പാസ് ചെയ്യുന്ന ഡാറ്റയുടെ ഈ ടൈപ്പിലുള്ള ഡാറ്റയാണ് ഞാൻ പാസ് ചെയ്യുന്നത്. ഇത്രയും ആർഗ്യുമെൻറ്റ്സ് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ആ ഫങ്ഷനിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഡാറ്റയുടെ ടൈപ്പ് ഇതാണ്. ഇത്രയും കാര്യമാണ് ഫങ്ഷൻ ഡിക്ലറേഷനിൽ നമ്മൾ കമ്പൈലറോട് പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഫങ്ഷൻ ഡെഫിനിഷൻ. ഫങ്ഷൻ ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് നമ്മൾ ഇവിടെ ഒരു ആവറേജ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുക. ഫങ്ഷൻ ഫസ്റ്റ് ഞാൻ ഡിക്ലെയർ ചെയ്യണം. ഇൻറ്റ് ആവറേജ് 3 നമ്പേഴ്സിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ഡിക്ലറേഷൻ ഇങ്ങനെയായിരിക്കും വരിക. ഇൻറ്റ്
ഇൻഡ് ഇൻഡ്. ഇത് കണ്ടപ്പോൾ എന്താണ് നമ്മുടെ കമ്പൈലർക്ക് മനസ്സിലാവുക? കമ്പൈലർക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ നെയിമാണ്. ആ ഫംഗ്ഷനിലോട്ട് 3 ആർഗ്യുമെൻറ്റ്സ് പോകുന്നുണ്ട്. അതിൻ്റെ 3ൻ്റെയും ടൈപ്പ് ഇൻറ്റിജറാണ്. പിന്നെ ആ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചിങ്ങോട്ടൊരു ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതിൻ്റെ ടൈപ്പും ഇൻറ്റിജർ തന്നെയാണ്. ഇത്രയാണ് നമ്മുടെ കമ്പൈലർക്ക് മനസ്സിലാവുന്നത്. ഇനി ഇതിൻ്റെ ഡെഫിനിഷൻ വരുന്ന സമയത്ത് ഇവിടെയാണ് ആക്ച്വലായിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റ് ആവറേജ്, ഇവിടെ നമ്മൾ ആക്ച്വലി നമ്മളവിടെ ആ ആർഗ്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഇതിവിടെ മസ്റ്റാണ്. നമ്മുടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ നെയിം മസ്റ്റാണ്. ഇൻറ്റ് സി. ഇവിടെ നമ്മൾ പറയുകയാണ്, ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലോക്കൽ വാരിയബിൾസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ജനറലായിട്ട് ഞാൻ അതിൻ്റെ ഇത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു റിട്ടേൺ ടൈപ്പ് നമുക്കെങ്ങനെ എഴുതാം? റിട്ടേൺ ടൈപ്പ്, ഇതേപോലെ തന്നെ ഡാറ്റ ടൈപ്പ്, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, ഇതേപോലെ ഡാറ്റ ടൈപ്പ് 1, argument 1, data type 2, argument 2, etc. D type n, argument n. Then we can declare some local variables here. നമ്മുടെ ഇഷ്ടമാണ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മുടെ ബിസിനസ് ലോജിക്, നമ്മുടെ ലോജിക്ക് എന്താണോ അതൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ട ലോജിക്ക്, ഇത് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ റിട്ടേൺ സംതിങ്, റിട്ടേൺ ടൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ സംതിങ്. ഇത്രയാണ് വേണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ ഡെഫിനിഷൻ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ സാധനം ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇൻറ്റ് ആവറേജ് ഉണ്ടോ, ഇത് നമ്മുടെ റിട്ടേൺ ടൈപ്പാണ്, ഇത് നമ്മുടെ പാരാമീറ്റേഴ്സാണ്, ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്നൊക്കെ പറയാം. ഇനി അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ബിസിനസ് ലോജിക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു ലോക്കലായിട്ടുള്ളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇൻറ്റ് ആവറേജ്. ഇത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ ഇതിന് സ്കോപ്പ് ഉള്ളൂ. ഇതിന് പുറത്ത് ഈ ആവറേജിന് സ്കോപ്പില്ല. ഇതിന് പുറത്ത് ഇതിനെ കോൾ ചെയ്ത് ആവറേജ് എന്ന് വിളിച്ചാൽ നമ്മൾ കമ്പൈലർ എറർ കാണിക്കും. നമുക്ക് ആ കമ്പൈലർ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ആവറേജിന് ലൈഫ് ഉള്ളൂ. ഈ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ച് കമ്പൈലർ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഈ വാരിയബിൾ നശിച്ചു പോകും. ഇതിനെ പറയുന്ന ലോക്കൽ വാരിയബിളാണ്. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം സ്കോപ്പുള്ള ഒരു വാരിയബിളാണ്. ദെൻ നമ്മൾ ചെയ്യണം ആവറേജ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. നമ്മുടെ ലോജിക്ക് അപ്ലൈ ചെയ്യണം. നമ്മുടെ എന്താണോ കാണേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ലോജിക്ക് അപ്ലൈ ചെയ്യണം. ദെൻ റിട്ടേൺ ആവറേജ്. നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് കൊടുത്തുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മസ്റ്റായിട്ടും ഒരു വാല്യൂ ഇവിടെ റിട്ടേൺ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ റിട്ടേൺ ആവറേജ്. സോ ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടുണ്ട്, ഫംഗ്ഷൻ നെയിം, ആർഗ്യുമെൻറ്റ്സ്. ഈ ആർഗ്യുമെൻറ്റ്സിന് പറയുന്നതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. ഇതിന് പറയുന്നതാണ് ഫോർമൽ പാരാമീറ്റേഴ്സ്. അല്ലെങ്കിൽ ഇതിനെ ഡമ്മി വാരിയബിൾസ് എന്നൊക്കെ പറയും കേട്ടോ, ഡമ്മി ആർഗ്യുമെൻറ്റ്സ് എന്നൊക്കെ പറയും വാരിയബിൾസ്. അതെന്താണെന്നുള്ളത് ഇനി അടുത്തത് ഫംഗ്ഷൻ കോൾ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ഫേസ് ആണ് ഫംഗ്ഷൻ കോൾ, അല്ലേ? തേർഡ് സ്റ്റെപ്പാണ് ഫംഗ്ഷൻ കോൾ. നമ്മളിപ്പോൾ നമ്മുടെ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഡിഫൈൻ ചെയ്തു കഴിഞ്ഞു, ഇപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്കിതിനെ യൂസ് ചെയ്യണം. ഇതിനെ യൂസ് ചെയ്യേണ്ട സ്റ്റെപ്പാണ്. അതിനെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് ഫംഗ്ഷൻ ആവറേജ് 3 നമ്പേഴ്സിൻ്റെ ആവറേജ് കാണേണ്ടി വരികയാണ്, 3, 4, 5. ഇപ്പോൾ ഇതെന്താ സംഭവിക്കുക? ഇവിടെ നമുക്ക് എപ്പോഴാണോ അത് ആവശ്യം വരുന്നത്, അല്ലേ, ആ സമയത്ത് ഇതിന് കോൾ ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഈ 3, 4, 5 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവറേജ് എന്ന് പറയും സെയിം ഓർഡറിലും ആയിരിക്കണം നമ്മളിവിടെ കൊടുക്കുന്നത്. ഇവിടെ
എന്റെ സ്ഥാനത്ത് എന്താണോ നമുക്ക് വേണ്ടത് അത് തന്നെ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. ബിയുടെ സ്ഥാനത്ത് എന്താണോ വേണ്ടത് സിയുടെ സ്ഥാനത്ത് ഇങ്ങനെ ഓർഡർ മാറ്റി കൊടുത്തിട്ട് എല്ലാ ഓർഡറിനനുസരിച്ചാണ് ഇവിടെ അസൈൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ലൈനിലെത്തിയ കമ്പൈലർ എന്താ ചെയ്യുക, നേരെ എക്ക് ഈ വാല്യൂസ് കൊടുക്കും അല്ലേ. അതായത് എ ഇപ്പോൾ 3 ആണ്, ബി ഇപ്പോൾ 4 ആണ്, സിയിലേക്ക് 5 അസൈൻ ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്താണോ വെച്ചാൽ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ തിരിച്ചിങ്ങോട്ട് റിട്ടേൺ ചെയ്യും. അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് ഇൻറ്റു സി നമ്മളിവിടെ ഡിക്ലെയർ ചെയ്താൽ സി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കത്, അപ്പോൾ സിയിൽ അതിൻ്റെ എന്താണോ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് ആ വാല്യൂ സിയിലോട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് എഗെയിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവറേജ് 10, 20, 30 അങ്ങനെ കൊടുക്കാം. ഇപ്പോഴും സെയിം തന്നെയാണ്. എന്താ സംഭവിക്കുക, 10 ഇപ്പോൾ ഇവിടെ എൻ്റെ വാല്യൂ 10 20, ബിയുടെ വാല്യൂ 20, സിയുടെ വാല്യൂ 30. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്തിട്ട് എത്രയാണോ ആവറേജ് എങ്കിൽ അത് റിട്ടേൺ ചെയ്ത് സിയിലോട്ട് സേവ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ വാരിയബിൾസിന് പറയുന്ന പേരാണ്, ഈ ആർഗ്യുമെൻറ്റ്സിന് പറയുന്നതാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ഇത് ഫോർമൽ പാരാമീറ്റേഴ്സ്, ഇത് ആക്ച്വൽ പാരാമീറ്റേഴ്സ്. എന്താ അതിൻ്റെ റീസൺ, ആക്ച്വലി എ ബി സി എന്ന് ഇവിടുത്തെ എയും ബിയും സിയും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഡമ്മീസ് ആണ്. ഇതിന് വാല്യൂ എപ്പോഴാണ് വരുന്നത്, നമ്മൾ ആക്ച്വലി ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്താണ് വാല്യൂ വരുന്നത് അല്ലേ. ഇതിൻ്റെ യൂസ് എന്ത് മാത്രമാണ്, ആക്ച്വൽ പാരാമീറ്റേഴ്സ് വരുമ്പോൾ അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുന്നത്, അതിനെ ഹോൾഡ് ചെയ്യാനുള്ള കുറച്ച് ഡമ്മീസ് മാത്രമാണ് നമ്മുടെ ഈ ഫോർമൽ പാരാമീറ്റർ, ഇതിലെ വാല്യൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പറയുന്നത് ഫോർമൽ പാരാമീറ്റർ. ആക്ച്വലി അതിലെ വാല്യൂസ് എന്താണ്, ആക്ച്വൽ വാല്യൂ നമ്മൾ എപ്പോഴാണ് പാസ് ചെയ്യുന്നത്, ഫംഗ്ഷൻ കോളിൻ്റെ സമയത്ത്. അതുകൊണ്ട് ഫംഗ്ഷൻ കോളിൻ്റെ സമയത്താണ് നമ്മൾ ആക്ച്വൽ വാല്യൂസിന് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. എന്താണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ്, എന്താണ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നുള്ളത് മനസ്സിലായിരിക്കണം. ഇത്രയാണ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാനുള്ള 3 സ്റ്റെപ്പുകൾ: ഡിക്ലറേഷൻ, ഡെഫിനിഷൻ ആൻഡ് ലാസ്റ്റ് ഫംഗ്ഷൻ കോൾ. ഇനി ഇത് തന്നെ നമുക്ക് 2 തരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്, 2 ടൈപ്സിലുണ്ട്. ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, ദെൻ നമ്മളെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ലൈബ്രറി ഫങ്ഷൻസ് നമ്മൾ എല്ലാത്തിനും ഏത് ഫങ്ഷൻ ആണെങ്കിലും ഈ 3 സ്റ്റെപ്പ് ഉണ്ട്. പക്ഷേ ഈ ലൈബ്രറി ഫങ്ഷനിലെ ഫങ്ഷൻ ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ ഇത് ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. അത് അവർ ചെയ്തിട്ടിരിക്കുന്നത്. നമ്മൾ ആകെ ചെയ്യേണ്ട എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, നമ്മൾ ഫങ്ഷൻ കോൾ മാത്രമേ ഉള്ളൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ലൈബ്രറി ഫങ്ഷൻസ് ഉണ്ട്, എപ്പോഴും യൂസ് ചെയ്യുന്ന printf, scanf. ഇവിടെയൊക്കെ നിങ്ങൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്, ഫങ്ഷൻ കോൾ ആണ് ചെയ്യുന്നത്. ഓൾറെഡി ഇതിൻ്റെ ഡിക്ലറേഷനും ഡെഫിനിഷനൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അത് ആരാണ്, അത് നമ്മളെ സീൻ്റെ കമ്പൈലറിൻ്റെ കൂടെ കിട്ടുന്ന കുറച്ച് ലൈബ്രറി ഫയൽസ് ഉണ്ട്. ഇൻക്ലൂഡഡ് അതായത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ഫയൽസ് ഇല്ലേ, coneo.h, stdio.h, string.h, അതിലൊക്കെ ഓൾറെഡി ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നത് നമ്മുടെ ഫങ്ഷൻ കോൾ ആണ് ഇവിടെ ചെയ്യുന്നത്. അതേപോലെ തന്നെ str ഫങ്ഷൻസ് ആയ str reverse, str cmp അല്ലേ, clr, ser, ഇതൊക്കെ എന്താണ്, ഇങ്ങനെ ഓൾറെഡി ഡിക്ലറേഷനും ഡെഫിനിഷനും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഫങ്ഷൻസ് ആണ്. നമ്മൾ ചെയ്യുന്നത് ഫങ്ഷൻ കോൾ ആണ്. ഓക്കെ, ഇനി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ്റെ ഈ 3 സ്റ്റെപ്പും നമ്മൾ തന്നെ ചെയ്യണം. ഇത് ഡിക്ലറേഷൻ, ഡെഫിനിഷൻ ആൻഡ് ഫങ്ഷൻ കോൾ, ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ കഴിയുന്നു, നമ്മുടെ ഫങ്ഷനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നു, എല്ലാം ചെയ്യാൻ കഴിയുന്നു. ഈ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലൈബ്രറി ഫങ്ഷൻസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഓൾറെഡി
പ്രീ കമ്പൈൽഡ് ആണ്, എക്സിക്യൂട്ടബിളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒബ്ജക്റ്റ് കോഡ് എന്നൊക്കെ പറയും ഇതിനെ. അത് നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന പോർഷനാണ്. എടുത്തിട്ടുണ്ടായിരിക്കും, റമീ സാർ എടുത്തിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ സെയിം സാധനം തന്നെ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. As include stdio.h. നേരത്തെ ഞാൻ പറഞ്ഞ കോഡിയോ.hന്റെ ഇഷ്യൂ എന്തായിരുന്നു വെച്ചാൽ, ഞാൻ എൻ്റെ സിസ്റ്റം ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ വിൻഡോസൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴയ കുറേ ഫയൽസ് മിസ്സായിട്ടുണ്ട്. അതിൽ എൻ്റെ stdio.h എന്ന് പറയുന്ന ഫയൽ ഇപ്പോൾ stdio അല്ല, കോഡിയോ.h എന്ന് പറയുന്ന ഫയൽ ഇപ്പോൾ ഇല്ല എൻ്റെ സിസ്റ്റത്തിൽ. അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ കോഡിയോ.h എന്ന് പറയുന്നത് സീൻ്റെ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ വരുന്ന ഒരു ഫയലല്ല. അത് പിന്നീട് വന്ന ഒരു അപ്ഡേറ്റഡ് വേർഷനാണ്, ഒരു അപ്ഡേറ്റഡ് ഫയലാണ്. കുറച്ചും കൂടെ എക്സ്ട്രാ കുറേ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവന്ന ഒരു ഫയലാണ്. അതുകൊണ്ട് തന്നെ സി കമ്പൈലറൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ അത് ഉണ്ടായിക്കൊള്ളുന്നില്ല, കോഡിയോ എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വന്നതാണ്. എനിക്കിപ്പോൾ കോഡിയോ.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ ഇപ്പോൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനത് നോക്കുന്നില്ല. നിങ്ങൾ നോക്കുക കേട്ടോ കോഡിയോ.hന്റെ കാര്യങ്ങളൊക്കെ. സോ നമുക്ക് നമ്മുടെ ആദ്യം ഫങ്ഷൻ ഡിക്ലറേഷൻ എന്താണ്? ഇൻറ്റ് ആവറേജ്, ഇൻറ്റ് 3 കൊടുക്കുന്നുണ്ട് നമ്മൾ, ഇൻറ്റ് then word main, then നമ്മൾ എന്ത് ചെയ്യണം? ആ ഫങ്ഷന് നമ്മൾ ഡിഫൈൻ ചെയ്യണം, ഫങ്ഷൻ ഡെഫിനേഷൻ. അപ്പോൾ അതിന് ഇൻറ്റ് ആവറേജ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, ഇൻറ്റ് a ഇൻറ്റ് b ഇൻറ്റ് c. then again നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഇൻറ്റ് ആവറേജ് എന്നും പറഞ്ഞുകൊണ്ട് ആവറേജ് എന്ന് പറഞ്ഞ് ഒരു ലോക്കൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ദെൻ നമ്മൾ ആക്ച്വൽ പ്രോഗ്രാം ലോജിക്ക് എന്താണ്? നമ്മുടെ പ്രോഗ്രാം ലോജിക്ക്, അതായത് a പ്ലസ് b പ്ലസ് c ഡിവൈഡഡ് ബൈ 3 അല്ലേ? ആണ് നമ്മുടെ ആവറേജ് വരുന്നത്. ദെൻ റിട്ടേൺ ആവറേജ്, റിട്ടേൺ ആവറേജ്. ഇത്ര. ഇനി നമ്മളത് നമ്മുടെ ഫങ്ഷനെ നമ്മൾ കോൾ ചെയ്യാം. അങ്ങനെ കോൾ ചെയ്യാൻ ആദ്യം നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് averages ഇൻറ്റ് നമ്മുടെ ആവറേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു കൊടുക്കുകയാണ്. ഞാൻ കോൾ ചെയ്യാണ് ആവറേജ് 3,4,5. സിമ്പിളായിട്ടുള്ളൊരു ഫങ്ഷനാണ്. സോ %t എന്താണ് ഇത്രയാണ് നമ്മുടെ ഫങ്ഷൻ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? ഫങ്ഷൻ ഡിക്ലറേഷൻ കഴിഞ്ഞു, ഫങ്ഷൻ ഡെഫിനിഷൻ അല്ലേ, ദെൻ ഫങ്ഷൻ കാൾ. നമുക്കിത് റൺ ചെയ്ത്
log. അപ്പോൾ കണ്ടോ ആവറേജ് ഈസ് 4 എന്നും പറഞ്ഞിട്ട് വന്നു. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഗെയിൻ ഇതിനെ കോൾ ചെയ്യാം. ഇങ്ങനെ കോൾ ചെയ്യാം. അഗെയിൻ നമ്മൾ പിന്നെയും കോൾ ചെയ്യണം. ഈസ് ഈക്വൽ ടു ആവറേജ് ഓഫ് 20, 30, 40. Again I'm printing this statement. I'm giving a slash. Then കണ്ടില്ലേ ഇവിടെ നമ്മൾ 30. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇനി ഈ ആവറേജ് 3 നമ്പേഴ്സിൻ്റെ ആവറേജ് എപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിൽ എപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നു ആ സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷന് കോൾ ചെയ്യാം. അതിലേക്ക് ഇത് നിങ്ങളുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സാണ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് പാസ് ചെയ്യാം. അങ്ങനെ ആക്ച്വൽ നിങ്ങൾ പാസ് ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യും, ഈ ഫോർമൽ പാരാമീറ്റേഴ്സിലേക്ക് അസൈൻ ചെയ്യും. എന്നിട്ട് എന്താണോ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ ബിസിനസ് ലോജിക്ക് എന്താണോ അത് പെർഫോം ചെയ്തിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് തന്നെ ഈ ഫങ്ഷൻസ് തന്നെ 4 വിധത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. 4 വിധത്തിൽ 4 ടൈപ്പ് ഉണ്ട്. 4 ടൈപ്പിൽ എന്ന് പറയുമ്പോൾ ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ഫസ്റ്റ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ, ആൻഡ് പാരാമീറ്റേഴ്സ്. നമുക്കൊരു പാരാമീറ്റേഴ്സും പാസ് ചെയ്യാണ്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാതെ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. രണ്ടാമത്തെ കേസാണ് വിത്തൗട്ട് റിട്ടേൺ വാല്യൂ ആൻഡ് വിത്ത് പാരാമീറ്റേഴ്സ്. അതായത് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുന്നു പക്ഷേ വാല്യൂ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ആ രീതിയിൽ നമുക്ക് ഫംഗ്ഷൻ എഴുതാം. തേർഡ് വണ്ണാണ് വിത്ത് റിട്ടേൺ വാല്യൂ ബട്ട് വിത്തൗട്ട് പാരാമീറ്റേഴ്സ്. അതായത് റിട്ടേൺ വാല്യൂ ഉണ്ട് പക്ഷെ നമ്മൾ അതിലോട്ട് ആ ഫംഗ്ഷനിലോട്ട് ഇൻപുട്ടായിട്ടൊന്നും കൊടുക്കുന്നില്ല. അങ്ങനത്തെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വിത്ത് റിട്ടേൺ വാല്യൂ ആൻഡ് പാരാമീറ്റേഴ്സ് ഇങ്ങനെ ചെയ്യാം. ഇപ്പം നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 4ാമത്തെ കേസാണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, റിട്ടേൺ, നമ്മൾ ഫംഗ്ഷന് റിട്ടേണും ചെയ്യുന്നുണ്ട്, അതിലോട്ട് നമ്മൾ പാരാമീറ്റേഴ്സായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കേസ് എങ്ങനെയാണ് നമുക്ക്, ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കാം. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്കത് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എഴുതുന്നത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. അത് ഫസ്റ്റത്തെ കേസ് നമ്മൾ അതിലോട്ടൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, അതിലോട്ടൊന്നും പാസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊന്നും റിട്ടേൺ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വോയിഡ് കൊടുക്കുക. വോയിഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ. ഡിസ്പ്ലേ ഒന്നും നമ്മൾ അതിലോട്ട് പാസ് ചെയ്യുന്നില്ല. സോ ജസ്റ്റ് ദിസ്. ദെൻ നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്, വോയിഡ് ഡിസ്പ്ലേ. ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് ഇൻസൈഡ് ദ ഡിസ്പ്ലേ ഫംഗ്ഷൻ. സ്ലാഷും കൊടുക്കുക. ദെൻ നമ്മളതിനെ യൂസ് ചെയ്യണം. ജസ്റ്റ് ഇവിടെ നമുക്കത് ഡിസ്പ്ലേ കൊടുക്കും. ഇവിടെ നമ്മൾ ആ ഫംഗ്ഷനിലോട്ടൊന്നും പാസ് ചെയ്യുന്നില്ല, അതിൽ നിന്നോട്ട് ഒന്നും ഔട്ട്പുട്ടും വരുന്നില്ല. ജസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക, കമ്പൈലർ എക്സിക്യൂട്ട്, ഇൻസൈഡ് ദ ഡിസ്പ്ലേ ഫംഗ്ഷൻ, വർക്ക്. ഇനി നമുക്ക്
നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ബട്ട് നമ്മൾ ഒരു കാര്യം പാസ് ചെയ്യുന്നുണ്ട്. ഒരു ഇൻറ്റിജർ വാല്യൂ നമ്മൾ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇൻറ്റിജർ വാല്യൂ പാസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഗിവ് ഇറ്റ് ഹിയർ int a. Then inside the function ഞാനിവിടെ പ്രിന്റ് ചെയ്യാണ്. The value you passed is percentage d. Then എന്താണ് നമ്മുടെ a. Then okay, നമ്മൾ ഡിസ്പ്ലേ കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഹിയർ വി ഹാവ്, നമ്മൾ ഒരു വാല്യൂ പാസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ അതിൻ്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് കൊടുക്കണം. സോ 6 പാസ് ചെയ്യണം. The value passed is 6. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മളൊന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ബട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്, ബട്ട് നമ്മളൊന്നും പാസ് ചെയ്യുന്നില്ല. ഓക്കെ, നമുക്കിവിടെ ആ സമയത്ത് അതിനനുസരിച്ച് മാറ്റങ്ങൾ ഇവിടെയും വേണം. നമ്മൾ ജസ്റ്റ് ഒരു റിട്ടേൺ 10 കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ ഡിസ്പ്ലേ വാല്യൂ റിട്ടേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളത് ഒരു വാരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. എന്താണോ റിട്ടേൺ ചെയ്യുന്നത് അത് നമ്മൾ സ്റ്റോർ ചെയ്യണം. ഇനി ഞാനത് പ്രിന്റ് ചെയ്യിക്കണം. പ്രിന്റ് the value returned from display function is എന്താണ് percentage d, എന്ത് കൊടുക്കണം a. ഇനി അത് കൊടുക്കുക. ഇത് ഡിസ്പ്ലേ അല്ല, ഇൻറ്റ് ഡിസ്പ്ലേ. നമ്മൾ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ റിട്ടേൺ ടൈപ്പ് കൊടുക്കണം. സോ ദാറ്റ്സ് ഇറ്റ്.